ഹാഷ്മി, തീർച്ചയായിട്ടും ഒരു ഓപ്ഷത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ അത് പ്രതിയെ പിടികൂടാത്തത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ പോലീസ് സ്റ്റേഷനിൽ? അത് 5 ദിവസമായിട്ട് ഒരു അറിവ് നമുക്കില്ല. വണ്ടി കിട്ടിയെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്കത് അറിയണം. അവളെ ജീവൻ എന്താ വിലയില്ലേ, നമുക്കത് അറിയണം. വേറെ ഒന്നും പറയാനില്ല. ഹാഷ്മി, അവർ രോഷത്തിൽ തന്നെയാണ്, വികാരപരമായിട്ടാണ് ആ വിദ്യാർത്ഥി നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഈ സ്പോർട്സിലെ അത് ജാസ്ലിയ ഒരു സ്പോർട്സ് സംഘമാണ്, യൂണിവേഴ്സിറ്റിക്കൊക്കെ വേണ്ടി മത്സരിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ രോഷത്തോടു കൂടി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രോഷത്തിൽ തന്നെയാണല്ലേ? അതെ, പ്രതിയെ പിടികൂടണം. പക്ഷേ ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കുട്ടിയാണ് അവള്. അപ്പോൾ എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു ഇത് വേണം. ആക്സിഡന്റ് നടന്നിട്ട് ഇത്രയും ദിവസം എന്നിട്ട് അവർ പിടിച്ചിട്ടില്ല. അറിഞ്ഞു വല്ല ചാറ്റും ഇങ്ങനെയൊക്കെ കിട്ടി, പക്ഷെ ഇവർക്കൊരു ഇത് ഉത്തരവാദിത്വം ഇല്ല ഇതിനെ കുറിച്ച്. അവൾ പാവപ്പെട്ട് വീട്ടിൽ കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അവളാ ഇതാക്കുന്നത്. ഹാഷ്മി, ഇത് തന്നെയാണ് ഹാഷ്മിയെ ആദ്യം വിളിച്ചിരുന്ന ഒരു ആൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ വിദ്യാർത്ഥികളും പറയുന്നത്. അവർ വലിയ ആളുകളായതുകൊണ്ടാണോ ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ വരുന്നതെന്നും പറയുന്നു. ഇത് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വൈകുന്നതിലാണ്. സാങ്കേതികപരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് ചില കാര്യങ്ങൾ തെളിയിക്കുന്നതിലൊരു ഡിലേ അതുകൊണ്ട് വരുമല്ലോ, ആൾ വരാൻ വൈകുന്നിടത്തോളം. അവളുടെ അടക്കിന് മുമ്പെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ കയറി പ്രശ്നം ഉണ്ടാക്കാനല്ല, സമാധാനപരമായിട്ട് ഞങ്ങളുടെ ജാസിലേക്ക് അവസാന യാത്രയ്ക്കുമ്പോൾ അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ്സ് വാട്ട് വി ക്യാൻ ഡു. ജാസ്ലിയ അന്ന് ശനിയാഴ്ച വൈകിട്ടാണ് ഈ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ വണ്ടി നമ്പർ കിട്ടിയതാണ്. വണ്ടിയും ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നേരമായിട്ടും ഒരു ജോർജിൻ്റെ മകൻ അതിരമ്പുഴയിലുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് അതിൻ്റെ കാര്യം എന്തായി, കാരണം ഞങ്ങൾ ജാസ്ലിയയുടെ അടക്കിന് പോവുകയാണ്. ഞങ്ങൾക്ക് ജാസ്ലിയ പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ സംസാരിച്ചിട്ട് എന്താണ് തീരുമാനം എന്നറിയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അടക്ക് കഴിഞ്ഞ് വന്നിട്ടും ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. ഹാഷ്മി, ഒരു പ്രതിഷേധം സൂചകമായിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അതൊരു വലിയ പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേ ഒന്നും പോകുന്നില്ല എന്ന് പറയുന്നു. ഇന്ന് 3 മണിക്കാണ് ജാസ്ലിയുടെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. ആ സംസ്കാരത്തിന് മുൻപ് ആയിട്ട് ആ പ്രതിയെ പിടികൂടണം, ആ ജാസ്ലിയയ്ക്ക് നീതി മേടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനകത്ത് ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ വാഹനം കോട്ടയം അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റെ രജിസ്ട്രേഷനിലാണ് ഈ വാഹനമുള്ളത്. അതായത് XUV 700 എന്ന വാഹനമുള്ളത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ജോർജ് തോമസിന്റെ. ഈ ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നും ഈ പോലീസ് പറയുന്നതാണ്. അതിൽ കൃത്യമായിട്ടൊരു വ്യക്തത ഇനി അവർ ഹാജരായതിനു ശേഷം അവരെ ചോദ്യം ചെയ്തതിന് മാത്രമാണ് നമുക്ക് ഒരു പെൺകുട്ടിയെ ഇടിച്ചിട്ട് ആ പെൺകുട്ടി മരിക്കുന്നു. മിടുക്കിയായ പെൺകുട്ടിയാണ്, ഒരു വീടിന്റെ ഏക അത്താണിയായ പെൺകുട്ടിയാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി ചെയ്ത് പഠിക്കുന്ന കുട്ടിയാണ്. ഇത്ര ദിവസങ്ങളാവുന്നു, എന്നിട്ട് ആ കുട്ടി 4 പേർക്ക് അവയവങ്ങൾ നൽകി ജീവിതത്തിന് പുതിയ ജീവൻ നൽകി ആ കുട്ടി യാത്രയാവാൻ പോകുന്നു. സ്വാഭാവികമല്ലേ ഇടിച്ചിട്ട ആളെ വിളിച്ചു വരുത്തുക? ഇത് വണ്ടി അറിയാം, വണ്ടിയുടെ നമ്പർ അറിയാം, ഓടിച്ച ആളെ അറിയാം, പിന്നെ വിളിക്കാൻ എന്താ പ്രശ്നം? ആൻമരിയ, ഹാഷ്മി, അതാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മറുപടി അത് ഈ അങ്കമാലി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ഹിറ്റ് ആൻഡ് റൺ നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ രീതിയിലുള്ള ഒരു നടപടിയല്ല വേണ്ടത്. അവിടെ കൃത്യമായിട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറും ആരാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ആരുടെ പേരിലാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ട് പോലും കൃത്യമായിട്ടുള്ള വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ട് പോലും ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വെറും വാക്ക് മാത്രമാണ് പോലീസ് പറയുന്നത്. ഈ കോട്ടയം ജില്ലയിലെ ഒരു ആശുപത്രിയിലാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ ജോലി ചെയ്തതെന്ന് പറയുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പോലീസിന് ചെയ്യാമെങ്കിൽ ഈ 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരിക്കലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അനാസ്ഥ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒഴിഞ്ഞുമാറ്റം എന്നുള്ള കാര്യം അത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ആ കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതായിട്ടുമുണ്ട്. കാരണം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന്റെ എത്രത്തോളം അപകടകരമായിട്ടാണ് ആ വാഹനം പോയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.